ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ യൂക്കി 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 how to pronounce യൂക്കി. യൂക്കി ഗൈസ്, അപ്പോൾ ഈ യൂക്കിൻ്റെ ഓവർ ഇയർ വയർലെസ് ഹെഡ്ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഇതിൻ്റെ ബോക്സിൻ്റെ ആട് വീഡിയോ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കപ്പോൾ അത് നോക്കാം. ഗൈസ്, അപ്പോൾ ഇത് യൂക്കി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓവർ ഇയർ വയർലെസ് ഹെഡ്ഫോണാണ്. ഇതിൻ്റെ പുറത്ത് ഇവിടെ കുറച്ച് എക്കണോമിക് ഡിസൈൻ, ഷോക്കിംഗ് ബാസ്, ഹൈ ക്വാളിറ്റി സൗണ്ട് അങ്ങനത്തെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് സൗണ്ട് എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ ഇത് ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, അതിനെ ഉപയോഗിക്കാം. പിന്നെ ഇവിടെ മ്യൂസിക് പിന്നെ കാര്യമായിട്ട് എന്നുള്ള. പിന്നെ ഇതെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ. ഇത് ഒരു ഫോണിനും തമ്മിൽ 10 മീറ്റർ ദൂരത്തിൽ വരെ ഇത് വർക്ക് ചെയ്യും. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ പ്ലേ ടൈം എന്ന് പറയുമ്പം 13 മണിക്കൂറാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഓൺ സൈസ് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലും ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട്. കംഫർട്ടബിൾ ടു വെയർ, എക്കണോമിക് ഡിസൈന്. പിന്നെ ഇത് 8 അവർ കോൾ ടൈം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഷോക്കിംഗ് ബാസ്, സ്റ്റാൻഡ് ബൈ ടൈം 8 hours, ഹൈ ക്വാളിറ്റി സൗണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാഗ്, ഇതിനുള്ളിൽ ഇതേപോലത്തെ ഒരു ബാഗ് ഉണ്ട്, ലെതർ ബാഗ് ഉണ്ട്. അപ്പം നമുക്ക് നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. നമുക്ക് നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ബോക്സിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബോക്സിൽ വേറെ എന്തെങ്കിലും ബോക്സ് കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോണ്. അപ്പോൾ ഇതിന് ചാർജ് ചെയ്യാനുള്ള കേബിളാണ്. പിന്നെ ഇത് ഒരു ഓക്സ് കേബിളാണ്. നമുക്കിതിപ്പോൾ ബ്ലൂടൂത്ത് ചാർജ് കഴിഞ്ഞാൽ എല്ലാ ബ്ലൂടൂത്ത് നമുക്ക് വേണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഓക്സ് കേബിൾ വെച്ചിട്ട് ഫോൺ കണക്ട് ചെയ്തിട്ട് നോർമലായിട്ട് വയർഡായിട്ടില്ല നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ കുറേ ബുക്കുണ്ട്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ നമുക്ക് വായിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ലെതർ ബാഗ്. നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്, കുഴപ്പമില്ല. നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. അപ്പോൾ നമുക്ക് ഇതും മാറ്റി വെക്കാം. ഇനി നമ്മുടെ മെയിൻ സാധനം നമുക്ക് ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ യൂക്കി ഓവർ ഇയർ വയർലെസ് ഹെഡ്ഫോണ്. അപ്പോൾ ലുക്ക് വൈസ് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു നമുക്കൊരു എന്താ പറയുക ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് കളർ അതായതുകൊണ്ട് ഒരു പ്രീമിയം ലുക്ക് തന്നെ നമുക്കിത് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളത് നോക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെയും പിന്നെ ഈ ഭാഗത്തും ഇതെല്ലാം അപ്പോൾ ഇവിടെ എല്ലാം ഒരു തുണീൻ്റെ കവറുണ്ട് മൊത്തം. ഇവിടെ ഈ ഇയർ കപ്പിൻ്റെ ഇവിടെയും ഇവിടെ എല്ലാം ആയിട്ട് ഇതിൻ്റെ ഒരു തുണി
ഇതിൻ്റെ കവറുണ്ട്, അവിടെ മണ്ണെല്ലാകാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ഇയർ കപ്പിൻ്റെ അടിയിലായിട്ട് നമുക്ക് കുറച്ച് സ്വിച്ചസ് കാണാൻ പറ്റും. ഇത് വെച്ചാൽ ഇത് വോളിയം അപ്പ് ചെയ്യുന്ന പിന്നെ പ്രീവിയസ് ട്രാക്ക് അങ്ങോട്ട് മാറ്റുന്ന, നമുക്ക് പ്രീവിയസ് വീഡിയോയിലോട്ടൊക്കെല്ലാം മാറ്റുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടണാണ്. അതുപോലെ തന്നെ ഇത് പാട്ട് പോസ് ചെയ്യാൻ, പ്ലേ ചെയ്യാൻ, കോൾ അറ്റൻഡ് ചെയ്യാൻ, അങ്ങനത്തെ എല്ലാം കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ബട്ടൺ എന്ന് വെച്ചാൽ വോളിയം ഡൗൺ ചെയ്യാനും പിന്നെ അടുത്ത ട്രാക്കിലേക്ക് അടുത്ത വീഡിയോയിലോട്ട് മാറാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ബട്ടണാണ് ഇത്. അപ്പോൾ ഇത് വെച്ചാൽ ഇതിൻ്റെ 3.5 mm ജാക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലൊരു ഓക്സ് കേബിൾ കണക്ട് ചെയ്ത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോർമലായിട്ട് വയേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹെഡ്ഫോൺ ഇപ്പോൾ ചാർജ് ചെയ്യുന്ന പോയാലോ അല്ല ബ്ലൂടൂത്ത് വേണ്ടെങ്കിൽ ഓക്സ് കേബിൾ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നോർമലായിട്ട് ഓക്സ് കേബിൾ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം, വയേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ വെച്ചാൽ ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. നമുക്ക് ഈ ഹെഡ്ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു ചെറിയൊരു ഡോട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ മൈക്രോഫോണാണ്. ഇതിൻ്റെ മൈക്രോഫോൺ ഹോളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഒരു LED ഇൻഡിക്കേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഇതേപോലെ ഇത് കുറച്ച് സമയം പ്രസ് ചെയ്ത് പിടിച്ച് ഇവിടെ ലൈറ്റ് എത്തുന്നതാണ്. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഒരു ഇയർ കപ്പിൻ്റെ അടിയിലുള്ളത്. മറ്റേ ഇയർ കപ്പിൻ്റെ അടിയിലൊന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇവിടെ മാത്രമാണ് കുറച്ച് ബട്ടൺസ് ഉള്ളത്. ഇതിൻ്റെ ഡിസൈനിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തരുന്ന ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അങ്ങനത്തെ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ കുറച്ച് നല്ലൊരു ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്, നല്ലൊരു. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വരെ ബെൻഡ് ചെയ്ത് കുറച്ച് ബെൻഡ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇയർ കപ്പ് നമുക്ക് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് നമുക്കിപ്പോൾ ബാഗിൽ കയറ്റി വെക്കണം, അല്ല അങ്ങനത്തെ ഇവിടെ കയറ്റി വെക്കാനായാലും ഈസിയായിട്ട് ഈസിയായിട്ട് ഇത് ക്യാരി ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഇതേപോലെ ഇയർ കപ്പിൻ്റെ അവിടെ നമുക്ക് ഇതേപോലെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാം മൊത്തം ഒരു എന്താ പറയുക, ഒരു ക്ലോത്ത് ഫിനിഷാണ് ഇവിടെ എല്ലാം വരുന്നത്. ഇവിടെയോ ഇയർ കപ്പിൻ്റെ ഇവിടെയോ ഈ രണ്ട് ഭാഗത്തും ഒരു ക്ലോത്ത് ഫിനിഷാണ് വരുന്നത്. ഇതിൻ്റെ കുഷനെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോഫ്റ്റാണ്. ഇതിൻ്റെ മറ്റു കുഷനെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോഫ്റ്റാണ്. പിന്നെ നമുക്കിതിൻ്റെ സൗണ്ടും കണക്ടിവിറ്റിയെല്ലാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഓക്സ് കേബിൾ വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഓക്സ് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫോണിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഓക്സ് കേബിളിൻ്റെ മറ്റേ ഇതിൻ്റെ ഫോണിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നമുക്കൊരു സോങ് പ്ലേ ചെയ്യാം. എത്രയായാലും ഇതിൻ്റെ വീഡിയോയിലൂടെ എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവില്ല. എന്നാലും ഞാൻ കുറച്ച് ക്യാമറയിൽ നിന്ന് കുറച്ച് ലോങ്ങിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ടും സൗണ്ട് കേൾക്കുന്നുണ്ട്, കുറച്ച് ചെറുതായിട്ടായാലും സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി തന്നെ ഇതിൻ്റെ സൗണ്ടിലുണ്ട്. ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്തിട്ട് ക്വാളിറ്റി നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ആയിട്ടുണ്ട്. നമുക്കിത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇത് ഓണാക്കാം. അപ്പം ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇത് പവർ ഓൺ ചെയ്യുമ്പോൾ
വോയിസ് മെസ്സേജും വരുന്നുണ്ട്. പവർ ഓൺ എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് മെസ്സേജും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആകുമ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് വോളിയം ഒന്ന് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബ്ലൂടൂത്തിന് വഴിയുള്ള സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൗണ്ട് തന്നെ. ഇത് നല്ല ഹൈ ക്വാളിറ്റി സൗണ്ട് തന്നെ വരുന്നുണ്ട്. ഇത് വെക്കുമ്പോൾ നല്ല കംഫർട്ട് തന്നെയാണ്. ഇത് നമുക്ക് വെച്ചിട്ട് ഗെയിം കളിക്കുമ്പോൾ കംഫർട്ട് ഉണ്ട് നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബുക്കിലും കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പെയറിങ് എങ്ങനെയാണെന്ന്, പിന്നെ ഇതിൻ്റെ ഓരോ ഫങ്ഷൻസിൻ്റെ അതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാന്നെല്ലാം എഴുതിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെഡ്ഫോൺ തന്നെയാണിത്. പ്രൈസ് തന്നെ ഉണ്ട് നമുക്ക്. ഇതിൻ്റെ സൗണ്ടും പിന്നെ ഇതിൻ്റെ ബാസ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് ഇതിന്. മീഡിയം റേഞ്ചിൽ നമുക്ക് ഇതൊന്ന് ബെൻഡ് ചെയ്യാം. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുക. ചാർജിങ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എത്ര മണിക്കൂർ കിട്ടുന്നുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല. 4 മണിക്കൂർ എന്തായാലും കിട്ടുമായിരിക്കും ഇതിൻ്റെ. ബോക്സിൽ നമുക്ക് 13 to 15 hours കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 8 hours കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലെതർ ബാഗും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല കട്ടിയുള്ള ഒരു ബാഗ് തന്നെയാണ്. അപ്പോൾ ഇതും ജസ്റ്റ് ടൈറ്റ് ആക്കി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇത് ഒരു ബാഗിൽ വെക്കാൻ പറ്റും. ഇതിൻ്റെ മൈക്കിനായാലും ആവറേജ് ക്വാളിറ്റി ഉണ്ട്. നമ്മളിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ആയാലും ഇതിൻ്റെ മൈക്കിനൊരു ആവറേജ് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ അപ്പോൾ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വോയിസ് വെച്ചാൽ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന വോയിസാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ മൈക്ക് ഹെഡ്ഫോണിൻ്റെ മൈക്കിലേക്ക് ഒന്ന് വെച്ച് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വോയിസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മൈക്കിലൂടെ കേൾക്കുന്ന വോയിസാണ്. അപ്പോൾ അത്ര ക്വാളിറ്റി ഇല്ല, എന്തായാലും ഒരു ആവറേജ് മീഡിയം ക്വാളിറ്റി ഉണ്ട് മൈക്കിൽ ഇതിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബട്ടൺസിലും കുറച്ച് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് പിടിച്ച ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്പൺ ആക്കാം. ഇത് 2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ കോൾ ചെയ്യാം നമുക്ക്. ഇതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. നല്ല കുഴപ്പമില്ല, ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഹെഡ്ഫോണാണ് ഇത്. നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ആയാലും നല്ല സൗണ്ട്. ഗെയിം കളിക്കുമ്പോൾ ആയാലും ഒരു ഗെയിമിങ് ഹെഡ്ഫോൺ എന്ന് പറയാൻ പറ്റില്ല. ഒരു ഗെയിം നമുക്ക് കളിക്കുമ്പോൾ ആയാലും ഇതിൻ്റെ സൗണ്ട് നല്ല കുഴപ്പമില്ലാത്ത സൗണ്ട് തന്നെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് ഗെയിം കളിക്കുമ്പോൾ. ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയത് 1200 ഞാൻ ഇത് വാങ്ങിയത്. ഇനി നല്ല കുഴപ്പമില്ലാത്തൊരു സൗണ്ടും ബാസും പിന്നെ നമുക്ക് ക്വാളിറ്റിയും ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ നമുക്ക് ആ പ്രൈസ് റേഞ്ച് ക്വാളിറ്റി തരുന്നുണ്ട്. പിന്നെയുള്ളൊരു ഇത് വെച്ചാൽ ഇതിൻ്റെ ഇത് ക്ലോത്ത് ആയതുകൊണ്ട് പെട്ടെന്ന് മണ്ണാകാൻ നമ്മളെ കച്ചറാകാനുള്ള സാധ്യത വളരെ നല്ല കൂടുതലാണ്. ഇതിൻ്റെ ഇവിടെ ഇത് ക്ലോത്ത് ആയതുകൊണ്ട് കുഷ്യനായാലും അടിപൊളിയാണ്. പിന്നെ ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓളിൽ ഇട്ട് വെക്കുക. എന്നാലേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വേറെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ആരും സബ്സ്ക്രൈബ് മറക്കണ്ട. ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക.